ഗുഡ് മോർണിംഗ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് അതൊരു ആക്ട് പ്രകാരം, നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് പ്രകാരം 1987 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹെഡഡ് ബൈ ഡോക്ടർ രംഗരാജ് എന്നുണ്ട്. അത് അതിനകത്ത് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ്. രംഗരാജ് എന്നുണ്ട്, ഡോക്ടർ എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. അപ്പം ഡോക്ടർ രംഗരാജൻ ഹെഡ് ചെയ്യുന്ന NHB സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1987. പക്ഷേ ഇതിൻ്റെ ഫങ്ഷൻസൊക്കെ ആരംഭിച്ചിട്ടുള്ളത് തൊട്ട് നെക്സ്റ്റ് ഇയറിലാണ്, 1988. അതുപോലെ തന്നെ ഇത് ഓൺ ചെയ്യുന്നത് RBI ആണ്. ഇതും ഇതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ബാങ്കാണ്. അതായത് അപ്പെക്സ് ബാങ്കാണ് NHB. ഹൗസിംഗ് ലോൺസാണ് പ്രധാനമായിട്ടും ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും നോക്കാം. ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ഈ ഹൗസിംഗ് ഫിനാൻസ് മെയിൻലി സ്പെഷ്യലൈസ് ചെയ്യുന്നത് റിസോഴ്സസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺസിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് പ്രധാനമായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതും ഇത് ഡെവലപ്പ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ടുള്ള റീഫിനാൻസിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്കിനും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് വേണ്ടിയിട്ട് ഗ്യാരണ്ടിയും അണ്ടർ റൈറ്റിംഗ് ഫെസിലിറ്റീസും ഈ NHB ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീംസ് ഉണ്ട്. അതായത് റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് സ്കീംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗസിംഗ് ലോണിന് വേണ്ടിയിട്ടുള്ള ക്രെഡിറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഹൗസിംഗ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഉള്ള ഗൈഡ് ലൈൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് എങ്ങനെ അവർക്ക് വളർച്ച ഉണ്ടാക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അസിസ്റ്റൻസുകൾ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസിംഗ് ലോൺസിനെ പ്രത്യേകമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇനി NHBൻ്റെ ഫണ്ട്സ് ഏതൊക്കെ നോക്കാം. ഇനീഷ്യൽ ഷെയർ എന്ന് പറയുന്നത് ₹100 crores ആണ് വരുന്നത്. അത് ഫുള്ളും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് റിസർവ് ബാങ്കാണ്. പിന്നെ ഇതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ₹250 crores ആണ്. അത് മാർച്ച് 1992 അവർ റേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ എമൗണ്ട് ബാക്കിയുള്ള എമൗണ്ട് ആയിട്ടുള്ള ₹250 കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിങ്ങനെ അൺആൾട്ടേർഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടിങ്ങനെ പോകുന്നുണ്ട്. ഇനി ഇതിലെ സ്കീംസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹോം ലോൺ അക്കൗണ്ട് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1 ജൂലൈ 1989. അപ്പോൾ തൊട്ട് നെക്സ്റ്റ് ഇയർ 88 നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 89 ഇത് സ്കീം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്കീം ഓരോ ബ്രാഞ്ചസിൽ ഷെഡ്യൂൾഡ് ബാങ്കിലുള്ള ഓരോ ബ്രാഞ്ചസ് ത്രൂ ആണ് ഈ സ്കീം പ്രധാനമായിട്ടും നിലനിർത്തി കൊണ്ടുപോകുന്നത്. അതായത് ഇതിൻ്റെ ഓപ്പറേഷൻസൊക്കെ നടക്കുന്നത് അവരൊരു ബ്രാഞ്ചിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഈ സ്കീമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ ഓരോ ഹൗസിംഗ് ലോൺസ് അല്ലെങ്കിൽ ഓരോ ജനങ്ങളെ ഹൗസിനെ സേവ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട്, അതായത് എല്ലാവർക്കും പാർപ്പിടം ഉണ്ടാകുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഡയറക്റ്റ് ഫിനാൻസിങ് സ്കീമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്റ്റ് ഫിനാൻസിങ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. SFCS എന്ന് കൂടി പറയും. ഇതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രധാനമായിട്ട് ചെയ്യുന്നത് വലിയ പബ്ലിക് കമ്പനീസിനും കോപ്പറേറ്റീവ്സിനൊക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മൈനിങ്, ഷിപ്പിംഗ് ഇതിലൊക്കെ എൻഗേജ് ചെയ്യുന്ന, അതായത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുക, അതായത് നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റീവായിട്ട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് എൻഗേജ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫിനാൻസാണ് പ്രധാനമായിട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ സ്മോൾ സ്കെയിലിനോ അല്ലെങ്കിൽ മീഡിയം സ്കെയിലിനോ ഒരു ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബേസിക്കലി ഇവർ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ സാധാരണയായിട്ട് അങ്ങനത്തെ അത്തരത്തിലുള്ള
ബിസിനസ്സുകൾക്കാണ് കൂടുതലായിട്ട് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ഈ ഒരു ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. SFC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലോങ് ടേം ഫിനാൻസ് മുതൽ മീഡിയം ടേം പിന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിനകത്ത് വരാത്തത് കൊണ്ട് അവർ കൊടുക്കുന്നില്ല. അപ്പം അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്, ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആണ് ഈ ഒരു SFC ചെയ്യുന്നത്. ഇനി ഇവരെ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫിക്സസ് ദ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഓതറൈസ് ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ മിനിമം ആൻഡ് മാക്സിമം ലിമിറ്റ് ₹50 lakh ആണ് വരുന്നത്. മിനിമം 50 lakh മാക്സിമം 5 crores ആണ് വരുന്നത്. ഇത് ഷെയർസായിട്ട് ഈക്വൽ ഷെയർസായിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലെ ക്യാപിറ്റൽ റെസ്പെക്റ്റീവായിട്ട് ക്യാപിറ്റൽ ഹെൽഡ് ചെയ്തിട്ടുള്ള ആരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ട്, RBI ഉണ്ട്, ഷെഡ്യൂൾഡ് ബാങ്ക്സും കോപ്പറേറ്റീവ് ബാങ്ക്സും പിന്നെ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും. മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റുകൾ, അതുപോലെ തന്നെ മറ്റ് പ്രൈവറ്റ് പാർട്ടീസ്, ഇവരൊക്കെ കൂടിയാണ് ഇതിൻ്റെ ഒരു ക്യാപിറ്റൽ ഹെൽഡ് ചെയ്തിട്ടുള്ളത്. മിനിമം പറയുന്നത് 50 lakhs മാക്സിമം 5 crores ആയിട്ടാണ് ഇവരെ ഷെയർ ക്യാപിറ്റലുള്ളത്. ഷെയർ ക്യാപിറ്റൽ എല്ലാവരും ഇതിനെ ഈക്വലി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നോക്കാം. ഡ്യൂറിങ് 1997 to 98 SFC സാങ്ഷൻഡ് ലോൺ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. 97 98 അതിൽ അഡ്വാൻസ് ചെയ്തിട്ടുള്ളത് 3 crore 750 crores ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ബൾക്കായിട്ട് ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടാണ്. പിന്നെ മാക്സിമം അസിസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ₹60 lakh വരേക്കാണ് ഇത് ലിമിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ലോങ് ടേം ഫിനാൻസാണ്. സ്മോൾ സ്കെയിൽ മീഡിയം സൈസ്ഡ് ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ഫിനാൻസാണ്. ബേസിക്കലി ഇവർ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയാലും പബ്ലിക് കമ്പനീസ് ആയാലും കോർപ്പറേഷൻ പാർട്ണർഷിപ്പിന് എല്ലാവർക്കും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഡസ്ട്രിയലായിട്ട് ഉള്ള ആളുകൾക്ക് ലോങ് ടേം ലോൺസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി ഇത് ബേസ് ചെയ്യുന്നത് ലോങ് ടേം ലോൺസിന് വേണ്ടി മാത്രമാണ്. ദേ ഗ്യാരൻറ്റീഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ലോൺസും അഡ്വാൻസസ് കൊടുക്കുന്നുണ്ട്. അതായത് അത് ചെയ്യുന്ന സമയത്ത് 20 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ലോൺസ് റേസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ കൺസേൺസ് മാർക്കറ്റിൽ നിന്നും ലോൺസ് റേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബാങ്ക്സിനൊക്കെ ലോൺസ് റേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ 20 വർഷത്തിനുള്ളിൽ റീപേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ഡിബെഞ്ചർ ഫ്ലോട്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിബെഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർ റൈറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്സും ഷെയർസും ബോൺഡ്സൊക്കെ അണ്ടർ റൈറ്റ് ചെയ്യുന്നുണ്ട് പല ഇൻഡസ്ട്രീസിൻ്റെതും. പിന്നെ അതുപോലെ തന്നെ ഡിഫേർഡ് പേയ്മെൻറ്റ്സ്, അടയ്ക്കാൻ സാധിക്കാൻ പറ്റാതെ പോകുന്ന പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ ഗ്യാരണ്ടി ആയിട്ട് ഇവർ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് നോക്കാം. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്, IDFC. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള ആ വാക്കിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ളത് അല്ലേ. ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യലാണ് പ്രധാനമായിട്ട് ഒരു ഒബ്ജക്റ്റീവ് എന്തായാലും അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിൻ്റാണ് ഫസ്റ്റ് പോയിൻ്റ്. അത് നോട്ട് ചെയ്യുക. ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ആ വാക്കിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് മെൻഷൻ ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ നമ്മളൊരു ക്ലാസ് റൂം എടുക്കുകയാണെങ്കിൽ അവിടേക്ക് എന്ത് വേണം, ചെയർ വേണം, ടീച്ചറിന് ഇരിക്കാനുള്ള ചെയർ വേണം, ടീച്ചർക്ക് യൂസ് ചെയ്യാനുള്ള ലെക്ചർ ബോർഡ് വേണം, പിന്നെ എഴുതാനുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബോർഡ് വേണം, ദെൻ കുട്ടികൾക്ക് ഇരിക്കാനുള്ള ബെഞ്ച് വേണം, ഡെസ്ക് വേണം. അതാണ് ഒരു ക്ലാസ് റൂമിന് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അതേപോലെ ഓരോ കമ്പനിക്കും അതിൻ്റേതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതായത് ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ ആണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അതാണ് ബേസിക്കലി ഈ IDFCൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് 1997 അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫിനാൻസറായിട്ട് ഗവൺമെൻറ് ആണുള്ളത്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പം 12 വർഷമായിട്ട്, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ ചെയ്തിട്ടുള്ളത് 2005. അതുപോലെ തന്നെ IDFCയിൽ
പ്രധാനമായിട്ടും ഇന്ത്യയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ ഓരോ സ്റ്റോപ്പിലുള്ള ഓരോ ഷോപ്പിനും ഇൻഫ്രാസ്ട്രക്ചർ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ. അതുപോലെ തന്നെ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ക്രെഡിറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാനും നമുക്ക് ആഗ്രഹിക്കുന്ന എന്താണ് റിക്വയർമെൻറ്റ്സ് അത് നേടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും IDFC നമുക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ IDFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. IDFCൻ്റെ കീ ബിസിനസ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് ഫിനാൻസ് പ്രൊജക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, അസറ്റ്സ് മാനേജ് ചെയ്യുക, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അഡ്വൈസറി സർവീസസ് പ്രധാനപ്പെട്ടുള്ള കീ ബിസിനസ്സുകളാണ് ഇതൊക്കെയാണ് IDFC ചെയ്യുന്നത്. അതുപോലെ തന്നെ IDFC ഗവൺമെൻറ് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ റെഗുലേഷൻസിനോട് ക്ലോസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കുക, പുതിയ പോളിസീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്കിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുക്കലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനീനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അടുത്തതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫസ്റ്റ് വൺ വരുന്നതാണ് ഇൻഷുറൻസ് കമ്പനീസ്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇൻഷുറൻസ് കമ്പനി LIC നമുക്കറിയാം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ GIC ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. പിന്നെ UTI യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പ്രധാനമായിട്ടും ഈ ഒരു 3 ലൈഫ് ഇൻഷുറൻസുകളാണ് വരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഷുറൻസ് കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക. അതായത് ലൈഫിനും നോൺ ലൈഫിനും ഇൻഷുറൻസ് കൊടുക്കും. നമ്മൾ വണ്ടിക്ക് ഇൻഷുറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോൺ ലൈഫ് പറയും, നമുക്ക് വേണ്ടി ഇൻഷുറൻസ് ചെയ്യുമ്പോൾ അത് ലൈഫ് ഇൻഷുറൻസ് പറയും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇൻഷുറൻസ് കൊടുക്കലാണ് പ്രധാനമായിട്ടും ഇൻഷുറൻസ് പോളിസിയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വെറുതെ നമുക്ക് ഇൻഷുറൻസ് തരുമല്ല, നമ്മളെന്ത് ചെയ്യണം, പ്രീമിയം മന്ത്ലി അടക്കുമ്പോൾ ഇയർലിയോ മന്ത്ലിയോ വീക്കെൻഡിലോ ഒക്കെ ആയിട്ട് പ്രീമിയം അടക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇൻഷുറൻസ് കിട്ടുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കോൺട്രാക്റ്റ് പ്രകാരം കമ്പനി എന്ത് ചെയ്യണം, നമുക്ക് എന്താണ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഈ ഇവൻ്റ്, ഇപ്പം മരണം സംഭവിക്കുക, ആക്സിഡൻറ്റ് സംഭവിക്കുക, അല്ലെങ്കിൽ കാലാവധി കഴിയുമ്പോഴോ നമുക്ക് പൈസ കിട്ടണമെങ്കിൽ ആ പൈസ എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് അത് തരിക എന്നുള്ളതാണ്, ആ സിറ്റുവേഷനിൽ തരിക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്ത് ചെയ്യും, നമ്മൾക്ക് വരുന്ന റിസ്ക് എടുക്കാൻ അവർ തയ്യാറായിരിക്കും. അവരെന്ത് ചെയ്യും, ഒന്നുകിൽ അവർ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അത് അണ്ടർറൈറ്റ് ചെയ്യും, നമ്മൾ റിസ്ക് എടുക്കും. പക്ഷേ ഇതൊക്കെ ബേസ്ഡ് ഓൺ എന്താണ്, ഇൻഷുറൻസ് പ്രീമിയം ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും അവരുടേതായിട്ടുള്ള അണ്ടർറൈറ്റിംഗ് ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ടായിരിക്കും. കമ്പനിക്ക് റിസ്ക് ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണോ അല്ലേ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇൻഷുറൻസ് കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഷുറൻസ് അപ്ലിക്കൻറ്റ് കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് കറക്റ്റാണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, ഇൻഷുറൻസ് കമ്പനി ചെക്ക് ചെയ്യണം. അപ്പോൾ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ ഇൻഷുറൻസ് അസുഖമൊക്കെ നോക്കാതെ മെല്ലെ ഇൻഷുറൻസ് എടുത്തിട്ട് വേഗം തട്ടിപ്പോകാൻ ചാൻസ് ഉള്ളത് കണ്ടുകൊണ്ട് ഇൻഷുറൻസ് എടുത്തിട്ട് ചെയ്യുക, അതൊരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇൻഷുറൻസ് കമ്പനി അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ, അതിൻ്റെ കവറേജിനെ കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്യാണ് ബേസിക്കലി ചെയ്യുന്നത്. അതുപോലെ സേവിങ്സ് കൂട്ടുന്നു. ഞാൻ പറഞ്ഞില്ലേ, കാലാവധി കഴിഞ്ഞ് കിട്ടുമ്പോൾ അത് സേവിങ്സ് കൂട്ടുകയാണ്. രോഗാവസ്ഥയിൽ നിന്നും ആക്സിഡൻറ്റ് കാര്യങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ അതെന്താണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീനെ ഇനി എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇൻഷുറൻസ് കമ്പനീനെ 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് ആയിട്ടും മറ്റൊന്ന് നോൺ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് ആയിട്ട്. നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അതായത് എന്താണ്, നമ്മൾ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വല്ല രോഗാവസ്ഥ വരികയാണെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയുക, ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ നമ്മളെ ലൈഫിന് വേണ്ടിയിട്ട്, അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന ഇൻഷുറൻസിനാണ് നമ്മൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത്, നമ്മൾ റിസ്കിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുപോലെ നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള
സ്റ്റാറ്റിസ്റ്റിക്കൽ ലോസ് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അതൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഇൻഷുറൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇൻഷുററും ഉണ്ടായിരിക്കും, ഇൻഷുർഡും ഉണ്ടായിരിക്കും. പിന്നെ നോൺ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പം തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിലോ, അല്ലെങ്കിൽ വല്ലവരും കട്ടുകൊണ്ട് പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഫ്ലഡ് വരികയാണെങ്കിലോ, എർത്ത് വരികയാണെങ്കിലോ, അല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിൽ വല്ല പിന്നെന്താ പറയുക, കള്ളക്കടത്തുകാർ വന്ന് കൊണ്ടുപോവുകയാണെങ്കിലോ, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ ഇൻഷുറൻസ് ബേസിക്കലി കവർ ചെയ്യുന്നത് നമുക്കൊരു ആക്സിഡൻറ്റ്, ഹെൽത്തൊക്കെയാണ് കവർ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻഷുറൻസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ, റീഇംബേഴ്സ്മെൻറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ക്യാഷ്ലെസ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്താണ് ആക്സിഡൻറ്റ് ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, ആക്സിഡൻറ്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്തോ വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ്സൊക്കെ പ്രൊവൈഡ് ചെയ്യും ബാങ്ക്, എന്നിട്ട് നമ്മൾക്ക് ക്യാഷ് അടക്കേണ്ടി വരില്ല, അതെന്ത് ചെയ്യും, ബാങ്ക് ഏറ്റെടുക്കും. അടുത്ത ലാബിലിറ്റി ഇൻഷുറൻസ്. സാധാരണ രീതിയിൽ ആക്സിഡൻറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സാധാരണ രീതിയിൽ എംപ്ലോയീസിന് കൂട്ടമായിട്ടൊക്കെയാണ് ചില സ്ഥാപനങ്ങൾ ചെയ്യാറുള്ളത്. ഓക്കെ, നെക്സ്റ്റാണ് ലാബിലിറ്റി ഇൻഷുറൻസ്. ലാബിലിറ്റി ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ തേർഡ് പാർട്ടി ലാബിലിറ്റി ഇൻഷുറൻസ് ആണ്. അതുപോലെ തന്നെ വർക്കേഴ്സ് കോമ്പൻസേഷൻ പോളിസി, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് നമ്മൾ മോട്ടോർ വെഹിക്കിളോ അത്തരത്തിൽ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കോമ്പൻസേഷൻ ആക്ട് ഇതൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യും വർക്ക്മെൻസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കമ്പനി സാധാരണ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഇൻഷുറൻസുകളാണ് മെയിനായിട്ട് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുമ്പം അത് ബേസിക്കലി നാഷണൽ ഓഫ് പാക്കേജ് പോളിസീസാണ് വരുന്നത്. അതായത് ഒരു പാക്കേജ് പോളിസി പോലെയാണ് ഇതിനകത്ത് വരുന്നത്. ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും, എന്തൊക്കെ കവർ ചെയ്യും എന്നുള്ളതൊക്കെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇനി അടുത്ത് നമുക്ക് നോക്കാം നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ ബേസിക്കലി ഒരു കൺസ്യൂമറിസാണ് വരുന്നത്. അപ്പോൾ അതായത് കൺസ്യൂമറിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്ക്കും കൂടുതലാണ്. അപ്പോൾ ആ റിസ്ക്കൊക്കെ കൂടുതലാകുന്ന സമയത്ത് തന്നെ ലൈഫ് ഇൻഷുറൻസ് പോലെ തന്നെ നമുക്ക് ചില സമയത്ത് നമ്മൾക്ക് ഹെൽത്ത് ഇൻഷുറൻസും ട്രാവൽ ഇൻഷുറൻസൊക്കെ പോലെ തന്നെ നമുക്ക് കവർ ചെയ്യേണ്ട മറ്റൊരു ഇൻഷുറൻസും കൂടിയാണ് ഈ പറയുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പം ഏതൊരു ഇൻഷുറൻസും, അതായത് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അല്ലാത്ത മറ്റേതൊരു ഇൻഷുറൻസിനെയും നമ്മൾ എന്താ പറയുക, ജനറൽ ഇൻഷുറൻസ് എന്നാണ് പറയാം. അപ്പം അതിനകത്ത് വരുന്നത് ഇൻഷുറൻസ് ഓഫ് പ്രോപ്പർട്ടി. നമ്മളൊരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ചെയ്യുക. അതായത് ഫയർ, തെഫ്റ്റ്, ബർഗ്ലറി, പിന്നെ അതുപോലെ തന്നെ ടെററിസം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, ഇതിനൊക്കെ എതിരായിട്ട് നമ്മളൊരു പ്രോപ്പർട്ടിക്കെതിരെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതൊന്ന് ജനറൽ ഇൻഷുറൻസിൽ അല്ലെങ്കിൽ നോൺ ലൈഫ് ഇൻഷുറൻസ് പറയുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻഷുറൻസ് ആയിട്ടുള്ള ആക്സിഡൻറ്റ് പോളിസി, ഹെൽത്ത് ഇൻഷുറൻസ്, ലാബിലിറ്റി ഇൻഷുറൻസും ഒക്കെ ലീഗൽ ലാബിലിറ്റീൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എറേഴ്സ് ആൻഡ് ഒമിഷൻ ഇൻഷുറൻസ് ഫോർ പ്രൊഫഷണൽസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഇൻഷുറൻസ് എക്സെട്ര. അപ്പോൾ എന്തെങ്കിലും തെറ്റോ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഇൻഷുറൻസ് അതിനൊക്കെ ഇൻഷുറൻസ് ചെയ്യും. ഇപ്പോൾ നമ്മളെ അക്കൗണ്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വലിയ പൈസ വല്ല നഷ്ടം, കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള ഇൻഷുറൻസുകളൊക്കെ എന്ത് ചെയ്യും. അതുപോലെ തന്നെ മെഷീനറീസ്, അതുപോലെ പിന്നെ ബ്രേക്ക് ഡൗൺ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് അതിനെതിരെ നമ്മൾ ഇൻഷുറൻസ് ചെയ്യും. അതുപോലെ തന്നെ മറൈൻ ഇൻഷുറൻസ് ചെയ്യും, റെയിൽവേയിൽ ഇൻഷുറൻസ് ചെയ്യും, സിയിൽ ഇൻഷുറൻസ് ചെയ്യും, റോഡിൽ കവർ, അത്തരത്തിലൊക്കെ ഇൻഷുറൻസുകൾ നമ്മൾ ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റിൻ്റെ പേരിലേക്ക് നമ്മൾ ആ ഇൻഷുറൻസ് ചെയ്യുക, അതിനെന്തെങ്കിലും നഷ്ടം എത്താതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസ് നമ്മൾ ഇതുവരെയും ചെയ്യും. ഇപ്പോൾ ഡാമേജ്, ആക്സിഡൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വാഹനത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഇൻഷുറൻസ് ചെയ്യും. പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ലിബറലൈസേഷൻ്റെയും അതുപോലെ തന്നെ എനാക്ട്മെൻറ്റ് ഓഫ് ഇൻഷുറൻസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേറ്ററി ആക്ടിൻ്റെയും മുമ്പ് ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടായിരുന്നെങ്കിലും, ഇന്ത്യയിൽ ഒരുപാട് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ടായിരുന്നെങ്കിലും അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ നിലവിൽ പബ്ലിക് സെക്ടേഴ്സ് ആയിരുന്നു മെജോറിറ്റി ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1990 മുതൽ തന്നെ അതിനൊരു മോണോപ്പൊളി ഉണ്ട് അല്ലേ, ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അപ്പം പക്ഷേ അതിന് ശേഷം ഒരുപാട് പ്രൈവറ്റ് സെക്ടേഴ്സ്, ഇപ്പോൾ ബാങ്കുകളായിട്ടും പല പ്രൈവറ്റ് സെക്ടേഴ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഷുറൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻഷുറൻസുകൾ നോക്കാം. ലൈഫ് ഇൻഷുറൻസ്, അതായത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, LIC നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നാണ്. മറ്റൊന്ന് ജനറൽ ഇൻഷുറൻസ് ആയിട്ടുള്ള GIC, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ്
ഇന്ത്യ. ഇനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്തൊക്കെ ചെയ്യുന്നതെന്ന് നോക്കാം. അത് മുഴുവനായിട്ട് ഗവൺമെൻറ്റാണ് ഓൺ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് പ്രധാനമായിട്ട് നമ്മൾ സ്റ്റേറ്റിലാണുള്ളത്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഇൻഷുറൻസ് കോർപ്പറേഷനാണ് ഈ ഒരു LIC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫണ്ട് ക്ലോസ് ചെയ്യുന്നത് 24.8%ഓളം ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ എക്സ്പെൻസുകൾ ഏറ്റെടുക്കുന്നത്. ഇതിൻ്റെ അസറ്റ് എന്ന് പറയുകയാണെങ്കിൽ 13.25 ട്രില്യൺ ആണ് ഇതിൻ്റെ എസ്റ്റിമേറ്റഡ് അസറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് 1956 243 ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഇതിൻ്റെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് മുംബൈയിലാണ്. അതുപോലെ തന്നെ LIC കമ്പനി ഏറ്റവും കൂടുതൽ നമ്മൾ സിറ്റിസൻസിനാണ് ഇത് സാധാരണ രീതിയിൽ അസിസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. പ്രധാനമായിട്ടും ജനങ്ങളെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉള്ളത് നോക്കാം. എന്തൊക്കെയാണ് LICൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ റൂറൽ ഏരിയാസിലും എല്ലാ ബാക്ക്വേർഡ് ഏരിയാസിലെല്ലാം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എന്താണ് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കവറേജ് കിട്ടുന്നു റീസണബിൾ കോസ്റ്റിൽ. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മാക്സിമം ജനങ്ങളെ സേവിങ്സിനെ ഇൻക്രീസ് ചെയ്യാൻ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ പോളിസി ഹോൾഡേഴ്സിൻ്റെ പിന്നെ എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും നഷ്ടപ്പെടാതെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ഈ ഒരു ഇൻഷുറൻസ് പോളിസി നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം അട്രാക്റ്റീവായിട്ടുള്ള റിട്ടേൺസ് തന്നുകൊണ്ട് തന്നെ നമ്മൾ അടക്കുന്ന തുകയല്ല, അതിനേക്കാൾ കുറച്ച് കൂടുതൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നമ്മളെ ഫ്യൂച്ചർ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെ മക്കളെ കല്യാണം കഴിപ്പിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ മക്കൾ സുരക്ഷിതമാവാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ നമുക്ക് ഈ LICൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള അറ്റ്മോസ്ഫിക് ഇക്കോണമിയിൽ നമുക്ക് ബിസിനസ്സൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഈ പോളിസി ഹോൾഡേഴ്സിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിശ്വാസമാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഇൻഡിവിജ്വലും കളക്ട് ചെയ്യുന്ന ആളുകളും തമ്മിലുള്ള ഒരു വിശ്വാസം, ഒരു പബ്ലിക് ഇൻഷുർഡ് അല്ലെങ്കിൽ ട്രസ്റ്റ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് നീഡ്സുകളും കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കും. ഓരോ സോഷ്യൽ എക്കണോമിക് എൻവിറോൺമെൻറ്റിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പലതരത്തിലുള്ള കാര്യങ്ങളും പല നീഡ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അതൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈഫ് ഇൻഷുറൻസും ഒരു തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എല്ലാ തരത്തിലുള്ള ജനങ്ങളും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പം വർക്ക് ചെയ്യുന്ന ആളുകളും അല്ലാത്ത ആളുകളൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സർവീസ് കൊടുത്തുകൊണ്ട് തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഏജൻറ്റുമാരും അല്ലെങ്കിൽ എല്ലാ എംപ്ലോയീസും ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, അവരവരെ പാർട്ടിസിപ്പേഷനും പ്രൈഡും ജോബ് സാറ്റിസ്ഫാക്ഷനൊക്കെ അവരുടെ ഡ്യൂട്ടീസൊക്കെ കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഈ ഒരു കോർപ്പറേറ്റ് ഒബ്ജക്റ്റീവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് എന്നും കൂടി പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെല്ലാം ഇപ്പോൾ ഏജൻ്റ് ആയാലും എംപ്ലോയീസ് ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ മാക്സിമം അവരുടെ ഡ്യൂട്ടീസ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് ഇമ്പോർട്ടൻറ്റ് പോളിസീസ്. എന്തൊക്കെ പോളിസികളാണ് LIC കൊടുക്കുന്നത് നോക്കാം. ആദ്യത്താണ് വോൾ ലൈഫ് പോളിസി. ഇപ്പോൾ വോൾ ലൈഫ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും പോളിസി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്ലാൻസ്, അതായത് ഇപ്പോൾ പേയ്മെൻറ്റ് ഓഫ് സം അഷ്യൂർഡ് എത്രയാണോ, അവരുടെ ബോണസ് എന്താണോ, മരണസമയത്ത് അവർക്ക് എന്താണ് പോളിസി ഹോൾഡറിന് കൊടുക്കേണ്ട ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു അപ്പോൾ ഈ ഒരു വോൾ ലൈഫ് പോളിസി എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി പോളിസി ഹോൾഡേഴ്സിനെ മാക്സിമം ഇൻക്രീസ് ചെയ്യിപ്പിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ഹെയർസ്, അതായത് പിന്നെയുള്ള പോളിസി ഹോൾഡേഴ്സിൻ്റെ എണ്ണത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇതേപോലെ തന്നെ ബേസിക്കലി ഇതിനകത്ത് സം അഷ്യൂർഡ് പേ ചെയ്യണം. അതുപോലെ അതിൻ്റെ കൂടെ ബോണസ് വല്ലതുണ്ടെങ്കിൽ അതും പോളിസി ഹോൾഡേഴ്സിന് കിട്ടും. അതുപോലെ തന്നെ
ഇതാണ് പ്രധാനമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു പോളിസി എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഓൾ ലൈഫ് പോളിസിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സം അഷ്യൂർഡ് ഉണ്ടായിരിക്കും, അതുപോലെ ബോണസും ഉണ്ടായിരിക്കും. 80 വയസ്സിൻ്റെ അകത്തുള്ളവർക്കും ആണ് പ്രധാനമായിട്ടും കിട്ടും. പിന്നെ എക്സ്പയറി ടേം പ്രധാനമായിട്ടും 40 years ആണ് വരുന്നത്. അപ്പം അതുപോലെ തന്നെ ഇതിനകത്ത് പ്രീമിയത്തിൻ്റെ പേയബിൾ ഏജ് എന്ന് പറയുകയാണെങ്കിൽ 80 വയസ്സായിരിക്കും, 80 years ആയിരിക്കും. അതുപോലെ തന്നെ 35 വയസ്സിൻ്റെ ഉള്ളിൽ ആയിരിക്കും സാധാരണയായിട്ട് ഇത് ചെയ്യുക. അതിനേക്കാൾ ലേറ്റ് ആവാൻ എന്ത് ചെയ്യുക, അധികം പാടില്ല. അപ്പം 35 വയസ്സിനകത്ത് ചെയ്യുക, 80 വയസ്സിനുള്ളിൽ ഇതിന് ആ ഒരു കംപ്ലീഷൻ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് സാധാരണ രീതിയിൽ ഇത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇൻഷുറൻസ് ആണ്. കാരണം ഇതിനകത്ത് ഫാമിലി പ്രൊവിഷൻ എല്ലാം കൊടുക്കുന്നത് കൊണ്ട് തന്നെ, കാരണം ഇതിന് പ്രീമിയം നമ്മൾ അടക്കുന്നു, അതിൻ്റെ ശേഷം അതിൻ്റെ ആ ഒരു ലൈഫ് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ലേറ്റസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്ന ആ കണ്ടീഷൻസ് ഉൾപ്പെടെയുള്ള വേറെ അഡ്വൈസ് കാര്യങ്ങളൊന്നും നടക്കാതെ കണ്ടീഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പ്രീമിയം അടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കൺസേൺ കൂടിയാണ് ഈ ഒരു സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ ഈ ഒരു ലൈഫ് ഇൻഷുറൻസിലെ ഓൾ ലൈഫ് ഇൻഷുറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൺസിഡറബിളി ബെറ്റർ ആയിട്ടുള്ളൊരു ഇൻഷുറൻസ് സ്കീമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന റെഡ്യൂസ്ഡ് പെയ്ഡ് അപ്പ് പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അതിൻ്റെ ഒരു പ്രോഫിറ്റബിലിറ്റീനെ ഒരു എൻടൈറ്റിൽ ചെയ്തുകൊണ്ടല്ല ഇത് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസീനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ്, അതായത് അതിൽ ബോണസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിനിമം 5 years മാക്സിമം 55 years ഇതിൻ്റെ ആ ഒരു പോളിസി ടേം എന്ന് പറയുന്നത്. അടുത്താണ് വോൾ ലൈഫ് പോളിസീൻ്റെ സിംഗിൾ പ്രീമിയം. അതായത് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ഒറ്റ തവണ മാത്രം പ്രീമിയം അടച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇൻഷുറൻസിനെ സെക്യൂർ ചെയ്യുന്ന സ്കീം. അപ്പോൾ നമ്മൾ ഒറ്റ ഇൻഷുറൻസ് അടക്കുള്ളൂ, അതിനുള്ളിൽ നമ്മൾ എത്ര വർഷമായിരിക്കും, അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രൂപേൻ്റെ പേയ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ലൈഫിന് അഷുറൻസ് കിട്ടുന്ന സ്കീമാണ്. ബേസിക്കലി ഇതൊരു ഡെത്ത് ഇൻഷുറൻസിനാണ് ഇത് വരുന്നത്. അടുത്താണ് GIC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇതിനകത്ത് റീ ഇൻഷുറൻസും വരുന്നുണ്ട്. ഈ ഒരു മാർക്കറ്റിൽ റീ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഒരു 3 ഡെക്കേഡ്സിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഇൻഷുറൻസിൽ അത്യാവശ്യം മാർക്കറ്റിലുള്ള ഒരു ഇൻഷുറൻസ് തന്നെയാണ് ഈ ഒരു ജനറൽ ഇൻഷുറൻസ് പറഞ്ഞത്. അപ്പം GIC അതേപോലെ തന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ട്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് വരുന്നത്. GICൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. GIC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ ഇൻഷുറൻസ് ആണ് ഇതിൽ ഡീം ചെയ്യുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ചില ജനറൽ ഇൻഷുറൻസ് ബിസിനസ്സുകാർ അല്ലെങ്കിൽ ചില എഫിഷ്യൻറ്റ് കസ്റ്റമറിനെ സർവീസ് ചെയ്യുക. അതായത് എയ്ഡ് മീൻസ് ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക, അഡ്വൈസ് ചെയ്യുക. കമ്പനീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ഹെൽപ്പ് ചെയ്യലാണ് പ്രധാനമായിട്ടും GIC ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനീസിനെ കൺട്രോൾ, അവർക്കുള്ള എന്തെങ്കിലും എക്സ്പെൻസസും പേയ്മെൻറ്റ് ഓഫ് കമ്മീഷൻ ഇത്തരത്തിലുള്ള എക്സ്പെൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസസൊക്കെ കമ്പനീസിന് പ്രൊവൈഡ് ചെയ്യൽ GIC ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനീസിനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസസും GIC ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കമ്പനിയിലുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഇഷ്യൂയിങ് ഡയറക്ഷനൊക്കെ ഇഷ്യൂ ചെയ്യുന്നുണ്ട് GIC. ഇപ്പോൾ ഓരോ കമ്പനീസിന് ഓരോ ഡയറക്ഷൻസ് കൊടുക്കും, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നുള്ള ഇഷ്യൂയിങ് എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഈ ഒരു സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.